ഹലോ ഗായ്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാംഗോ പുഡിംഗ് ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് കസ്റ്റേർഡ് പൗഡറും പാലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം പാലടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് മിൽക്കില്ലേ, അതൊന്ന് ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ അത് തനിയെ കുറുകിക്കോളും. കസ്റ്റേർഡ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം കൈ വിടാണ്ട് ഇളക്കുന്ന വേണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനും കരിയാനും ചാൻസ് കൂടുതലാണ്. ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടുകയും ചെയ്യും, അധികം ടൈമൊന്നും എടുക്കില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കുക വേണം, ആളെപ്പോഴും അടുത്ത് തന്നെ വേണം. ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേറെ പണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കസ്റ്റേർഡ് മിൽക്ക് ആകെ നാശമായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏകദേശം ഈ പാകമാകുമ്പോഴത്തേനും ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം കേട്ടോ. അടുത്ത് നമ്മൾ ചെയ്യുന്നത് മാങ്ങ നന്നായിട്ട് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്ത് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പേസ്റ്റാണ് നമ്മൾ മാംഗോയുടെ വിപ്പിംഗ് ക്രീം അടിക്കുമ്പോൾ നമ്മളതിൽ മിക്സ് ചെയ്യുന്നത്. അടിച്ച് വെച്ചിട്ടുള്ള മാംഗോ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വേറെ ഷുഗറൊന്നും ചേർക്കുന്നില്ല. ഇതാട്ടോ നല്ല പഴുത്ത മാങ്ങയായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബീറ്റ് ചെയ്ത് നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്യണ അത്രയൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത്യാവശ്യത്തിന് മാത്രം നമ്മൾ വിപ്പിംഗ് ക്രീം എടുക്കുക. ഞാൻ എടുത്തിട്ടുള്ള പകുതി ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലോട്ട് നമ്മൾ കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. അതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ റൂം ടെമ്പറേച്ചറിൽ എടുക്കുകയാണ് നല്ലത് കേട്ടോ. കട്ടയാകുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്, അപ്പോൾ അതിനായിട്ട് നല്ലത് റൂം ടെമ്പറേച്ചറിലുള്ള എടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാംഗോ അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കും. ഇത് ശരിക്കും ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റൊക്കെ കാത്ത് വരുമ്പോൾ. അപ്പോൾ ഞാനിതിന് മുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു ഐസ്ക്രീം ഉണ്ടാക്കുന്നത്, മാംഗോ ഐസ്ക്രീം. അത് ഏകദേശം ഇതുപോലെ തന്നെ കേട്ടോ. ഇത് നല്ല സൂപ്പർ സാധനമാണ്. നമ്മൾ വിപ്പിംഗ് ക്രീം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴിച്ചോളും. അതിന് ശേഷം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 മൂലയ്ക്കുള്ള ആ ബ്രൗൺ കളറിലതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ബ്രൗണിൻ്റെ കളറിൻ്റെ ആവശ്യമില്ല നമ്മൾ. ഞാനിപ്പോൾ ഇവിടെ 2 ബ്രെഡാട്ടോ എടുത്തിട്ടുള്ളത്. ഞാനൊരു 3 ലെയറായിട്ടാണ് നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. അതിലോട്ട് കണ്ടൻസ് മിൽക്കും ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഞാൻ പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. അവർ നമ്മൾ അഭിപ്രായം പറയുമ്പോഴും അതൊന്ന് വലിയൊരു സന്തോഷം തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് പുഡിങ് ഒന്ന് സെറ്റ് ചെയ്താലോ. ഫസ്റ്റ് നമ്മൾ പുഡിങ് ട്രേയിലോട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീമിൻ്റെ മിക്സില്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം ബ്രെഡ് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിലെ ഗ്യാപ്പൊക്കെ ചെറിയ ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ടൊന്ന് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് നേരത്തെ വെച്ച ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് വീണ്ടും ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലോട്ട് കസ്റ്റേർഡ് മിൽക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, എൻ്റെ കുറച്ചൊന്നും ടൈറ്റായിരുന്നു, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലാട്ടി ഒരു ലൂസിൽ എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധം ഒന്ന് പേസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു ലെയറാട്ടോ. അപ്പോൾ ഇനിയൊരു ലെയറും കൂടി ഉണ്ട്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇല്ലേ, അതും ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധം ഒന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ ഭാഗവും നല്ല കറക്റ്റാക്കിയിട്ട് വെക്കണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഞാൻ കുറച്ച് മാംഗോ മാറ്റി വെച്ചിരുന്നു, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിത് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്ത് പിന്നെ വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ ബ്രെഡ് നിരത്തി അതുപോലെ ലെയറുകൾ ഓരോ ഘട്ടം പോലെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വിശദീകരിക്കുന്നില്ല കേട്ടോ. ഇത് കഴിക്കുമ്പോൾ നമുക്ക് മാംഗോൻ്റെ ടേസ്റ്റും കിട്ടുന്നുണ്ട്, ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും അങ്ങനെയൊക്കെ ആട്ടോ അത് കഴിക്കുമ്പോൾ കിട്ടിയത്. കഴിച്ചവർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ അതാണ് ഈ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ഇപ്പം മാങ്ങയുടെ കാലമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നല്ല പഴുത്ത മാങ്ങ തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കാൻ മേടിക്കണം കേട്ടോ. നല്ല മധുരം ആയിക്കോട്ടെ, മധുരമുള്ളത് കഴിക്കുമ്പോഴാണ് നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നുള്ളൂ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അതിന് ശേഷം ഞാൻ നേരത്തെ നമ്മൾ കുറച്ച് മാംഗോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ചൂടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അത്. അപ്പോൾ ഞാൻ അതൊന്ന് ചെറുതായിട്ട് എൻ്റെ രീതിയിലൊരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എനിക്ക് ഈ ഡെക്കറേഷൻ ചെയ്തത് ഇഷ്ടമായില്ല, അപ്പോൾ ഞാൻ വീണ്ടും എല്ലാതും ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആക്കി വെച്ചു. നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഇതെങ്ങനെയായിരിക്കും, ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഒരാൾ കഴിച്ച് അഭിപ്രായം പറയുമ്പോഴാണ് നമുക്കതിൻ്റേതായ ഒരു സന്തോഷം നമുക്ക് കിട്ടുക. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു നമ്മൾ റാപ്പ് ചെയ്യുന്ന ഇത് ഒരു കവറ് മേടിക്കാൻ കിട്ടും, അതുകൊണ്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് രാത്രി ഫുള്ള് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ. ഓക്കെ, ബൈ.